ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ 5 വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഹൈഡ്രാഞ്ചിയ പ്ലാന്റിൻ്റെ ഒരു കോംബോ കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ. ന്യൂ സ്റ്റോക്ക് വന്നതാണ്. അപ്പോൾ അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ ഹൈഡ്രാഞ്ചിയ പ്ലാന്റിൻ്റെ ഓരോ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഒന്ന് വീഡിയോ വാച്ച് ചെയ്യുക. ഇനി വീഡിയോ ഇതുവരെയായിട്ടും കാണാത്ത കൂട്ടരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. നമ്മുടെ വീഡിയോയിൽ വരുന്ന പ്ലാന്റ്സ് എന്ന് പറയുന്നത് 5 വെറൈറ്റീസ് ആണ്. 5 വെറൈറ്റീസ് കളേഴ്സ് ആണ് വരുന്നത്. നമ്മൾ വീഡിയോ കൊടുത്തിരിക്കുന്നുണ്ട്, ആ ഒരു സെയിം കളേഴ്സ് ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാൻസ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു 5 വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു ഹൈഡ്രാഞ്ചിയ പ്ലാന്റിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 270 രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. അത് നല്ല ഹൈബ്രിഡ് ആയിട്ടുള്ള പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ഈ ഒരു ഹൈഡ്രാഞ്ചിയ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ്. നമ്മൾ കുഞ്ഞു പോട്ടിൽ നട്ടു വെക്കുകയാണെങ്കിൽ തന്നെ ഒരു 6 മന്തിനുള്ളിൽ തന്നെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ഈ ഒരു ഹൈഡ്രാഞ്ചിയുടെ ഹൈബ്രിഡ് എന്ന് പറഞ്ഞ പ്ലാന്റ്സ്. അപ്പം 270 രൂപ മാത്രമേ വരുന്നുള്ളൂ ഈ ഒരു കോംബോ കളക്ഷന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് ചുവന്ന മണ്ണ് കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലതാട്ടോ. നമ്മുടെ ഈ ഹൈഡ്രാഞ്ചിയ പ്ലാന്റിന് ചുവന്ന മണ്ണാണ് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത്. ഇനി അത് കിട്ടുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ നാട്ടിൽ ഏതൊന്ന് കളറിലുള്ള മണ്ണാണോ ആ മണ്ണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നാടൻ വളങ്ങളായിട്ടുള്ള നമ്മുടെ ചാണകപ്പൊടി, അതുപോലെ തന്നെ ആട്ടിൻകാട്ട, അതൊക്കെയാണ് ഈ ഒരു പ്ലാന്റിനെ നമ്മൾ മിക്സ് ചെയ്തിട്ട് പോട്ടി മിക്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഈ മണ്ണിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു പ്ലാന്റ് നട്ടു വെക്കുക. നമ്മൾ നട്ടു വെച്ചിട്ടുള്ള പ്ലാന്റ് ഏകദേശം ഈ ഒരു പോട്ടി മിക്സ് ആണ് വരുന്നത്. NPK വളങ്ങളും ഇതിൻ്റെ കൂടെ തന്നെ കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് NPK വളങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നോർമൽ ആയിട്ടുള്ള വളങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. എന്നിട്ട് ഈ ഒരു പ്ലാന്റ് നട്ടു വെക്കുക. ഡെയിലി ഒരു നേരം എന്തായാലും ഈ ഒരു പ്ലാന്റ് നനച്ചു കൊടുക്കണം. നനച്ചു കൊടുക്കുമ്പോൾ പരമാവധി ശ്രദ്ധിക്കേണ്ടത് മോർണിംഗ് നനയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത്യാവശ്യം വെയിലുള്ള സ്ഥലങ്ങളിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. രാവിലത്തെ ഈവനിങ്ങിൻ്റെ വെയിൽ അത്യാവശ്യം ഈ ഒരു പ്ലാന്റിന് വേണ്ടതാണ് കേട്ടോ. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ചെടിക്ക് ഫംഗൽ ഇൻഫെക്ഷൻ ഏറ്റവും കൂടുതലായിട്ട് ഇലകളിൽ കാണുന്നതായിരിക്കും. അപ്പോൾ നമുക്കത് തടയാൻ വേണ്ടിയിട്ട് സാഫ് ഉപയോഗിച്ച് കൊടുക്കാവുന്നതാണ്. സാഫ് ഉപയോഗിക്കുന്നത് ലിക്വിഡായിട്ടായാലും പൗഡറായിട്ടായാലും നോർമലായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് അളവ് കൂടിയിട്ട് എടുക്കരുത്. ആ പറഞ്ഞിട്ടുള്ള കറക്റ്റ് അളവിൽ തന്നെ എടുക്കുക. ലിക്വിഡായിട്ട് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ പ്ലാന്റ് നട്ടതിന് ശേഷം അതിന് ചുവട് ഭാഗത്തായിട്ടൊന്ന് തെളിച്ച് കൊടുത്താൽ മാത്രം മതി. അതല്ല പൗഡറായിട്ട് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ നമ്മൾ പ്ലാന്റിൻ്റെ പോട്ടി മിക്സ് എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്തിട്ട് നട്ടു വെക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെയുള്ള സാഫ് അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടാത്തവരുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു നോർമൽ വാട്ടറിൽ ഇച്ചിരി ഷാമ്പു കലക്കിയിട്ട്, 1 രൂപേൻ്റെ ഷാമ്പു എല്ലാവർക്കും അറിയുന്നില്ല, ആ ഷാമ്പു കലക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലീഫ് ഭാഗത്ത് സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ച് തെളിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ മണ്ണ് ഭാഗത്തും വേണമെങ്കിൽ നമുക്ക് തെളിച്ച് കൊടുക്കാവുന്നതാണ്. ലീഫ് ഭാഗത്താണ് ഏറ്റവും കൂടുതലായിട്ട് തെളിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ആ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് പോകുക. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ശ്രദ്ധിച്ച് അതുപോലെ തന്നെ പ്ലാന്റ് നട്ടുവെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഹൈഡ്രാഞ്ചിയ പ്ലാന്റ് ഒരുപാട് ഫ്ലവർ തരുന്നൊരു ചെടിയാണ്. നല്ല ബൊക്ക പോലെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ്. കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഇനി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാവുന്നതായിരിക്കും.